നമസ്കാരം. ബി ജെ പിയിൽ നിന്ന് പിണങ്ങി രാജിവെച്ച് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ നിന്നും ഓരോ ദിവസവും നേതാക്കളുടെ അവഗണനയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിലയും സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നില്ല. രണ്ട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയത്. അതായത് ഒന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യറിന് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം. ഈ രണ്ട് കാര്യങ്ങളാണ് സന്ദീപ് വാര്യർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് രണ്ടും സന്ദീപിന് കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് സന്ദീപ് ബി ജെ പിയുമായി ഇടയുകയും കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സന്ദീപ് വാര്യരെ കഴിയുന്നത്രത്തോളം സന്ദീപിനെ ഉപയോഗിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എസ് ടി പി എന്ന മത തീവ്രവാദികളുമായി കൂട്ടുകൂടുകയും ചെയ്തു. പാലക്കാട് മുസ്ലിം പ്രവർത്തകരുടെ സഹായത്തോടെയും രാജ്യവിരുദ്ധരുടെ സഹായത്തോടെയും യു ഡി എഫ് പാലക്കാട് വിജയിച്ചതോടെയാണ് സന്ദീപിന് വാഗ്ദാനം ചെയ്തിരുന്ന പദവികൾ നിലവിൽ നൽകില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കോൺഗ്രസിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ബി ജെ പിയിലേക്ക് പോകാൻ ആർ എസ് എസിനെ കൂടെ നിർത്താൻ സന്ദീപ് വാര്യർ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു. സന്ദീപിനെ സന്ദീപ് കോൺഗ്രസ് കയറിയതോടെ ആർ എസ് എസ് നേതാക്കളും ഇടഞ്ഞു. ആ പദ്ധതി നിലവിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ആർ എസ് എസിന് സന്ദീപിന് കൊടുത്ത ഭൂമി ഉൾപ്പെടെ അവർ തിരിച്ചു നൽകുകയും ചെയ്തു. വാര്യരുടെ യു ഡി എഫ് പ്രവേശനം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തൃത്താല സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. ഇതോടെയാണ് ഒറ്റപ്പാലം സീറ്റും ഒപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനം എന്ന ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കെ പി സി സി ഭാരവാഹിത്വം സംബന്ധിച്ച് അടുത്ത പുനഃസംഘടനയിൽ തന്നെ പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സന്ദീപിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കുമെന്ന് വി ഡി സതീശൻ വാഗ്ദാനം നൽകിയിരുന്നു. എങ്കിൽ അത് വെറുതെയാണെന്ന് വി ഡി സതീശനെയും സുധാകരനെയും നേരിട്ടറിയാവുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ലക്ഷങ്ങളുടെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സന്ദീപ് ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സിൽ വൻ ഇടിവാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി വിട്ടതോടെ വലിയ രീതിയിൽ ആർ എസ് എസും ബി ജെ പിയും സന്ദീപിന് എതിരായി. നിലവിൽ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പാണക്കാട് നേതാക്കളെ അധിക്ഷേപിച്ചിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ അവരുടെ കാല് പിടിക്കാൻ വേണ്ടി പാലക്കാടേക്ക്, അതായത് പാണക്കാടേക്ക് ഓരോ ദിവസവും ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്ഘാടനങ്ങൾക്ക് ഈ സിനിമാ താരങ്ങളെ എത്തിക്കുന്നത് പോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ സന്ദീപ് വാര്യരെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കുന്നത്. സന്ദീപ് വാര്യർ എത്തുമ്പോൾ കോൺഗ്രസിലെ ഓരോ അണികളും കൂടെ സ്വാഭാവികമായിട്ട് ഒരു നേതാവ് വരുമ്പോൾ കൂടെ കൂടുന്നതല്ലാതെ സന്ദീപ് വാര്യറിനൊരു പ്രമുഖ പദവി ഇപ്പോൾ കോൺഗ്രസ് കൊടുത്തിട്ടില്ല. അത് വേറൊന്നും തന്നെയല്ല. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ നേരെ ഡൽഹിയിൽ ചെന്ന് കെ സി വേണുഗോപാലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് പറഞ്ഞത്, എനിക്ക് പദവി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്, കിട്ടുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് കൊണ്ടാണ് ഞാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്. തൃത്താല സീറ്റും കെ പി സി സി വക്താവ് സ്ഥാനവുമാണ് എനിക്കെന്ന് വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഇത്രയും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എനിക്ക് ആ ഒരു പദവിയൊന്നും തന്നില്ല. ഞാനൊരു പദവിയില്ലാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് നവമാധ്യമങ്ങളടക്കം ബി ജെ പിയും ആർ എസ് എസും അതുപോലെ തന്നെ ജനങ്ങളും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, എന്തേ പദവി ഇല്ലേ എന്ന്. അപ്പോൾ ഇതെനിക്ക് വലിയൊരു നാണക്കേടാണ് എനിക്ക് എന്നിൽ ഉളവാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയത്. അവിടെ കെ സി വേണുഗോപാലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയ സന്ദീപ് വാര്യറിന് നേരിട്ടതോ കനത്ത തിരിച്ചടിയാണ്. ഇപ്പോൾ പാണക്കാട് ശിഹാബുദ്ദീൻ തങ്ങളെ ചെന്ന് മുഖം കാണിക്കുന്നു. കോൺഗ്രസ് വി ഡി സതീശൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ കെ സുധാകരൻ പറയുന്നത് പോലെ ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ നേതാക്കളെയും മുഖം കാണിക്കുന്നു എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. അതായത് മൊത്തത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു. ബി ജെ പിയിൽ നല്ലൊരു പദവി വഹിച്ചിരുന്ന സന്ദീപ് വാര്യറിന് അധികാര മോഹത്തിന്റെയും പണത്തിന്റെയും ഹുങ്കിന്റെയും മാത്രം അഹങ്കാരം കൊണ്ട് പ്രസ്ഥാനമല്ല മനുഷ്യൻ വളരണമെന്ന ഒരു ഫോർമുലയിലേക്ക് സന്ദീപ് വാര്യർ എത്തിയതോടുകൂടിയാണ് അതായത് അധികാരത്തിന്റെ മോഹം, ഒരു അക്രമത്തിന്റെ ഇതിലേക്ക് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് എത്തിയത്. ഇനി സന്ദീപ് വാര്യറിന് തിരിച്ച് ബി ജെ പിയിലേക്ക് പോയാൽ അത് ഏറ്റവും വലിയൊരു നാണക്കേട് തന്നെയാകും. അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് ഇപ്പോൾ അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ അവിടെ ഭൂമി, ഒരു കെട്ടിടം, ആർ എസ് എസിന്റെ ഒരു കെട്ടിടം പണിയാനായിട്ട്, പാലക്കാട് കെട്ടിടം പണിയാനായിട്ട് ആർ എസ് എസിന് ഒരു ഭൂമി കൊടുത്തപ്പോൾ അതെല്ലാം തന്നെ ആർ എസ് എസ് ഉടനെ തന്നെ തിരിച്ച് സന്ദീപ് വാര്യർക്ക് കൊടുത്തത്. ഇനി സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുകയാണെങ്കിൽ ആകെ ഒരു രക്ഷ സി പി എമ്മിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു പാർട്ടി രൂപീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെടും. എന്തായാലും അധികം താമസിയാതെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.